Hello guys, welcome back to our channel Crazy Girls. ഇന്നെന്ന് പറഞ്ഞാൽ വാപ്പച്ചിന്റെ ബർത്ത്ഡേ ഇന്നല്ല നാളെ ബർത്ത്ഡേ. ഇന്ന് കുറെ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ഒരു ഷർട്ടും ഒന്ന് വെയിറ്റ് ചെയ്ത് പറ കുഞ്ഞേ, ഒന്നും മനസ്സിലാവത്തില്ല. നിൽക്ക്, ഞാനൊന്നും കൂടെ പറയാം. അപ്പോൾ ഗൈസ്, നാളെ ഐമാടെ വാപ്പിച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ ഇന്ന് വരെയും ഞാൻ കൊടുത്തിട്ടുണ്ട് കുട്ടി കുട്ടി ഗിഫ്റ്റൊക്കെ ഇങ്ങനെ അറിയാതെ മീഷോയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. അത്ര കോസ്റ്റ്ലി ഒന്നും അല്ല, വല്ല പേഴ്സോ അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു സാധനങ്ങൾ. ഇന്നും കോസ്റ്റ്ലി ആയിട്ടുള്ളതൊന്നും അല്ല, എന്നാലും ഐമയുടെ കുടുക്കയൊക്കെ പൊട്ടിച്ച് രണ്ടുപേരും കൂടെ കുറച്ച് പൈസ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു കുട്ടി ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. അപ്പം ഒരു ഷർട്ട് വാങ്ങിക്കാമെന്നാണ് പറയുന്നത്. പിന്നെന്താ, പിന്നെ ഇന്ന് വരെ ഞങ്ങൾ കേക്കൊന്നും അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, നമുക്ക് ഇന്ന് രാത്രിയിൽ നമുക്ക് സർപ്രൈസ് ആയിട്ടൊരു കേക്ക് കട്ടിങ് ഒക്കെ ചെയ്യാം. എനിക്കറിയത്തില്ല കേട്ടോ എത്രത്തോളം സർപ്രൈസ്ഡ് ആവും എന്നൊന്നും. കാരണം ഐമയുടെ കാര്യമാണ്. ഐമ ചിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സർപ്രൈസ് പൊട്ടിച്ചാൽ പിന്നെ ഞാൻ ഐമയുടെ ഒരിക്കലും മിണ്ടൂല കേട്ടോ. സർപ്രൈസ് പറഞ്ഞ് പൊട്ടിച്ചാൽ ഞാൻ മിണ്ടൂല. സർപ്രൈസ് എപ്പോഴും സർപ്രൈസ് ആയിട്ട് 12 o'clock വരെ ഇരിക്കണം, എങ്കിൽ മാത്രമേ ഗുഡ് ആവുള്ളൂ. അറിയില്ല ഇവക്ക് എന്തെങ്കിലും കാര്യം ഐമ പറയല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെയൊക്കെ നിന്നങ്ങോട്ട് കാണിക്കും. അപ്പോഴത്തേക്കിനും ചോദിക്കും എന്തായി എന്തോ കാര്യമുണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പോഴത്തേനും അവളങ്ങ് കാര്യം പറയും. അതേപോലെ ഇതൊരിക്കലും പറയാൻ നിൽക്കരുത്. നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോകുന്നൊരു ഗിഫ്റ്റും ഒരു കേക്കും. ചിരിച്ച ഉമ്മച്ചി പറഞ്ഞിട്ട് ചിരിച്ച എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഒന്നുമില്ല. എന്താണ്? നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഇന്ന് ഞങ്ങൾ കാറിലൊന്നും അല്ല കേട്ടോ, കാറും കൊണ്ട് പോയിരിക്കുവാണ്. കൈ വയ്യാത്ത കൊണ്ട് കാറിലാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോയിലാണ് പോകാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് എത്രത്തോളം വീഡിയോ ഒക്കെ എന്തോരം എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ഷോപ്പിലൊക്കെ ചെന്നിട്ടുള്ളതൊക്കെ എടുക്കാം. ഞാൻ ഇന്നൊരു ഷൂസ് വാങ്ങിച്ചു. ഒരുപാട് പൈസയൊന്നും ഇല്ല കേട്ടോ, വളരെ കുറച്ച് പൈസയേ ഉള്ളൂ കേട്ടോ. ഇവരെന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ എന്തായാലും എന്താണെന്നറിയില്ല. പിന്നെ ഇപ്പോഴേ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്ത് പഠിക്കട്ടെ, വലുതാവുമ്പം ഹസ്ബൻഡിനും വൈഫിനും ഒക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ അല്ലേ ഗൈസ്? അതുകൊണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് വാങ്ങുന്നതും. പക്ഷേ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലും വാങ്ങലും ഒക്കെ വളരെ കുറവാണ്. അല്ലാതെ ഒരുപാട് വാങ്ങിത്തരാറുണ്ട്. അങ്ങനെയല്ല, ഇപ്പം ഗോൾഡ് ആണെങ്കിലും ഗിഫ്റ്റ് ആണെങ്കിലും ഒക്കെ ഇഷ്ടം പോലെ വാങ്ങിത്തരുന്നുണ്ട്. ഗിഫ്റ്റായിട്ടല്ല, വെറുതെ വാങ്ങിത്തരാറുണ്ട്. ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിത്തരാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു സർപ്രൈസിങ് ആയിട്ട് ഒരെണ്ണം കാര്യം ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു പരിപാടി, ഒരു ഫംഗ്ഷൻ, എന്തെങ്കിലും ഒരു വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് വരും, അങ്ങനെയൊന്നും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഈ വർഷമാണ് ആദ്യമായിട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ട് എനിക്കൊരു റിങ് ഒക്കെ വാങ്ങിത്തന്നത് കേട്ടോ. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു 13 years ആയിട്ടും ആദ്യമായിട്ടാണ് ഈ വർഷം എനിക്കൊരു ഗിഫ്റ്റ്. എനിക്ക് അതിനകത്ത് പരാതിയൊന്നുമില്ല. പക്ഷെ എനിക്കിഷ്ടമാണ്, അങ്ങനെയൊക്കെ കിട്ടുന്നത് ഇഷ്ടമാണ്. എന്നാലും കിട്ടിയില്ലെങ്കിൽ പ്രശ്നമില്ല അല്ലേ? അല്ലാതെ തന്നെ ഒരുപാട് ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങി തരുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കുന്നേ? ഡ്രസ്സൊക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ ഡ്രസ്സൊക്കെ വാങ്ങി തരാറുണ്ട്. എപ്പോഴും ഞങ്ങൾക്കൊക്കെയാണ് പിള്ളേരുടെ ബർത്ത്ഡേ വരുമ്പം പിള്ളേർക്ക് ഇഷ്ടം പോലെ അതും ഇതും ഒക്കെ വാങ്ങിക്കൊടുക്കും. എന്നാലും പിന്നെയും സർപ്രൈസ് ആയിട്ട് വേറെയും വാങ്ങിക്കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ ഞാനല്ല ഇവരോർത്തു എൻ്റെ കയ്യിൽ പൈസ ഇല്ല കേട്ടോ. ഇവളുടെ കയ്യിലെ പൈസ, എനിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലാത്തവളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒരു കാശും. ഇവളിങ്ങനെ കുടുക്കയുണ്ട്, ഇവർക്ക് കുടുക്കയുണ്ട്. ആ കുടുക്കയിലിട്ട് അയാനും ഉണ്ട് കൊടുക്ക. പക്ഷെ അത് ജസ്റ്റ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി. ഇവിടെ പെയിൻറ്റിങ് ആണെന്ന സമയത്ത് കുടുക്ക മിസ്സായി. അല്ലെങ്കിൽ ഇപ്പോൾ അതിനകത്ത് ഇഷ്ടം പോലെ കാശുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. 19 അത്ര വേണം, എന്തായാലും ഒരു 10-15 രൂപ ഉണ്ടായേനെന്ന് ഞാൻ പറയും കേട്ടോ. അത്രയും പൈസ ഉണ്ടായിരുന്നൊരു കുടുക്ക ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ഗൈസ്. എന്തായാലും പോട്ടെ. ഇപ്പം ഞങ്ങൾ ഐമാടെ കുടുക്ക പൊട്ടിച്ചു. അതിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, എടുത്തു. എന്നിട്ട് ഞങ്ങൾ അതിലുള്ള പൈസ എല്ലാം എണ്ണി
ഒക്കെ എടുത്ത് വെച്ചു. അങ്ങനെ എന്തായാലും അതൊക്കെ എല്ലാം എടുത്തൊക്കെ വെച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ വേറെ ഓട്ടോയിൽ പോയി, ഉമ്മച്ചി വരുന്നുണ്ട്, പോയി ഗിഫ്റ്റ് വാങ്ങി ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിച്ച് എവിടെ ഒളിപ്പിച്ച് വെക്കുമെന്നറിയില്ല. ഫ്രിഡ്ജിൽ എവിടെയെങ്കിലുമൊക്കെ സ്ഥലം ഉണ്ടാക്കിയെടുത്ത് വെക്കണം. അങ്ങനെ എന്തൊക്കെയോ പരിപാടിയുണ്ട്. എന്തായാലും നോക്കാം നമുക്ക്. എന്തായാലും ഈ വീഡിയോ ലാസ്റ്റ് സർപ്രൈസ് ആക്കുന്ന വരെയുള്ള വീഡിയോ, എന്തുവാടാ ഇത്, സർപ്രൈസ് ആകുന്ന വരെ ഉള്ളത് സർപ്രൈസ് ആയാൽ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ എപ്പോഴാണ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയില്ല, വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയില്ല. എന്തായാലും നോക്കാം നമുക്ക്. ടോക്കി അറിഞ്ഞൂടാ, സർപ്രൈസ് ആവും, പക്ഷെ നീ ആക്കാനുള്ള സ്റ്റൈൽ കൊടുക്കുമെന്ന് എനിക്കറിയില്ല. അതിന് മുമ്പേ നീ ഇതൊക്കെ പൊട്ടിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഭയം. അപ്പോൾ ഗൈസ് എന്തായാലും ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇതൊരുപാട് സ്ഥലമുള്ള വണ്ടിയാണ്. ഇവിടെയൊക്കെ നിൽക്കാം. അതായിരിക്കും കടയിൽ പോകാൻ. എവിടെയാ നമ്മളെ നമ്മുടെ മുല്ല അത് മേടിച്ചോളൂ, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഇട്ടോളുമായിരിക്കും. ഓണത്തിന് എനിക്ക് ഇടാനായിട്ട് സോക്സ് അത് മേടിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. അത് മേടിക്കാം, ഒന്ന് വെയിറ്റ് ചെയ്യ്. ആ ഇത്രയാണെന്ന് അറിഞ്ഞില്ല അല്ലേ? അല്ല നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടല്ലോ. അത് മേടിക്കാം. അതാണോ ബാക്കി മേടിച്ചോ. ഇങ്ങോട്ട് പോലെ വണ്ടി. അപ്പോൾ ഗൈസ് നമ്മളിതേ പാർലമെൻറ്റിൽ നിന്ന് നല്ല അടിപൊളി ഒരു ഷർട്ട് എടുത്തു. അയ്മയുടെ ഇഷ്ടപ്രകാരമാണ് ഷർട്ട് എടുത്തത് കേട്ടോ. അങ്ങനെ ഇനി നിങ്ങൾ വീണ്ടും ഓട്ടോയിലേക്ക് കയറുവാണ്. അടുത്തതായിട്ട് അയാൻ്റെ ടാസ്ക്കാണ്. അതൊരു വേറൊരു നല്ല മഞ്ഞയാണ്. ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വന്ന് എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ മഞ്ഞ. ആ കയറിക്കോട്ടെ, ഫിനാൻസ് വന്നു. ഓ ശരി, എന്തെങ്കിലും ചെയ്തു. എൻ്റെ പൈസ ഇല്ല കേട്ടോ. പൈസ തരാന്ന് പറഞ്ഞ മേടിച്ചോണേ. ഷൂ മേടിക്കാൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തോണേ. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ഷൂലേ. ഞങ്ങൾ സ്ഥിരം വരാറുള്ളൊരു ഷോപ്പാണ്. ഈ ഷോപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ മുല്ലക്കലാണ് കേട്ടോ. അപ്പം ഇതുവരെ കാണാത്ത രീതിയിലുള്ള അടിപൊളി കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതും അതുപോലെ തന്നെ പാർട്ടി വെയർ, ഇത് എന്താ പറയുക, നല്ല നല്ല കാഷ്വൽ ആണെങ്കിലും ഫോർമൽ ആയിട്ടാണെങ്കിലും ബൂട്ട് ഐറ്റംസ് ആണെങ്കിലും എല്ലാം ഒരുപാട് ഷൂസ് ഉണ്ട് കേട്ടോ കളക്ഷൻസ്. ഞാൻ മെയിനായിട്ട് പിള്ളേർക്ക് വാങ്ങിച്ചാണ് ഇവിടെ വന്ന് വാങ്ങിക്കാൻ തുടങ്ങിയത്. ഇപ്പം ഞാനും വാങ്ങിക്കാറുണ്ട്, ഇക്കാക്കുള്ളതും വാങ്ങിക്കാറുണ്ട്. അങ്ങനെ എന്തായാലും ഞങ്ങൾ നല്ലൊരു ചെരുപ്പ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ നല്ലൊരു ചെരുപ്പ് സെലക്ട് ചെയ്തെടുത്തു. ഇപ്പോൾ അയാൻ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൻ്റെ വകയാണെന്ന് വെച്ചാൽ അല്ല, തുറന്ന് പിടിക്കാൻ പറയുന്നു മോനെ. നീ അയാനീ പൈസ ചിലപ്പോൾ
ചെറുത് 500 രൂപ. ആ ഓക്കെ. വാഞ്ചോ ചോക്ലേറ്റ് ട്രഫിൾ. വാഞ്ചോ മറ്റേ അത് റെഡ് വെൽവെറ്റ് അല്ല, അത് വലിയ 500 ആണ്. ആ പേരെഴുതി തരാം. ഓക്കെ ഓക്കെ ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ആണോ? ആ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ പേര് പേര് ഹാപ്പി ബർത്ത്ഡേ എഴുതണ്ട, പേരെഴുതിയാൽ മതി. വാപ്പിച്ചിന്ന് എഴുതിയാൽ മതി. ലൈവായിട്ട് എഴുതുന്നതാണ്. BAPPICHI. ഓക്കേ ഗുഡ്. ബ്രെഡ് എടുത്തെന്ന് തോന്നുന്നു. ഒരു ബ്രെഡ് എടുത്തായിരുന്നു. ആ ഈ ബ്രെഡാണ് നമ്മുടെ ഇവിടുത്തെ ബ്രെഡ്. ആ ഓക്കെ. അന്ന് കട്ട്ലറ്റ് വാങ്ങിണ്ട, ഒരു ബർഗർ വാങ്ങിച്ചാൽ. അല്ല കൈ കൊടുത്താൽ മതി കൈയിലോട്ട്. അയിമാക്ക് എന്തോ വേണ്ടേ? ഐസ്ക്രീം വേണ്ട, വയ്യാതിരിക്കുന്നേ. എന്താ വേണ്ടേ? ഡയറി മിൽക്ക് മതിയോ? അങ്ങനെ ഗൈസ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചെത്തി കേട്ടോ. പിന്നെ കേക്കൊക്കെ ഭദ്രമായിട്ട് ഇതേ ഫ്രിഡ്ജിലൊരു സ്ഥലത്ത് മറ്റേ നമ്മുടെ പച്ചക്കറിയൊക്കെ വെക്കുന്ന സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ച് കേട്ടോ, കാണാതെ. അങ്ങനെ എന്തായാലും ഡ്രസ്സ് ഒരെണ്ണം വാങ്ങി, പിന്നെന്താ ഒരു ചെരുപ്പ് വാങ്ങി, അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്താവും എന്നറിയത്തില്ല കേട്ടോ. എനിക്കും നല്ല ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം. എന്തായാലും നമുക്ക് നോക്കാവേ. ഇനിയിപ്പോൾ ഇച്ചിരി ചായ വന്നിട്ടെ, അപ്പം നമുക്ക് ബാക്കി വരുന്ന എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ ആളെത്തിയിട്ടില്ല, കാരണം ഇന്ന് ദൂരെയാണ് പോയിരിക്കുന്നത്, തൊടുപുഴയിലാണ് പോയിരിക്കുന്നത്. എത്ര മണിക്ക് എത്തുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഗൈസ് 10 മണിയായിട്ടുണ്ട്, ഇതുവരെ ആളെത്തിയിട്ടില്ല കേട്ടോ. ഇനി എത്ര നേരമുണ്ട്? 2 മണിക്കൂർ. ഇനി 2 മണിക്കൂറുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പം വന്നു കഴിഞ്ഞ് ഇനി എന്തായാലും 1 മണിക്കൂർ കൊണ്ട് എടുക്കും. എന്തായാലും ഒരു 45 മിനിറ്റ്സ് എന്തായാലും എടുക്കും. അപ്പം പിന്നെ വന്ന് കഴിച്ച് ഒക്കെ നിൽക്കുന്ന ഒരു ടൈം കുറച്ച് സ്ലാഗ് എടുപ്പിക്കാം, അങ്ങനെയൊക്കെ തള്ളി നീക്കാം. അല്ലേ ഞാൻ അതിന് മുന്നേ ഫ്ലാറ്റ് ആവാതിരുന്നാൽ മതിയായിരുന്നു. ടെൻഷൻ എന്തിനാടാ? ഉറങ്ങിപ്പോയാലോ എന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുക എൻ്റെ കൊച്ച്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് കേട്ടോ, ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത്. അല്ലടാ? ഓ അതൊന്നുമില്ല, വാപ്ജിക്ക് ഈ സർപ്രൈസ് ഒന്നും ഇഷ്ടമുള്ള കാര്യമല്ല. ഇഷ്ടമല്ല, വാപ്ജിനോട് പറഞ്ഞിട്ടുണ്ട് സർപ്രൈസ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല അല്ലാന്ന്. അല്ലാതെ നിനക്ക് എന്നെ വേണേലും ഞാൻ വാങ്ങിച്ചു തരാമെന്നാണ് പറയുന്നത്. അതുകൊണ്ടല്ലേ സർപ്രൈസ് വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ആദ്യമായിട്ട് എനിക്ക് വാങ്ങിച്ചു തരുന്നത്. അതല്ലാതെ നമ്മൾ ഇപ്പം എന്തെങ്കിലും ബർത്ത്ഡേ എന്തെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ അതിന് മുമ്പേ കുറച്ച് ദിവസം മുമ്പേ എന്തെങ്കിലും വാങ്ങിത്തരും. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി എന്തായാലും 2 hours കൂടെ ഉണ്ട് ആളെത്താൻ. ഇനി എത്ര നേരം എടുക്കുമെന്നറിയില്ല. എത്തിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, വീഡിയോ കാണിക്കില്ല. ഇനി വീഡിയോ കാണിക്കുന്നത് ഞങ്ങൾ സർപ്രൈസ് ആവുന്ന ടൈമിലായിരിക്കാം എടുക്കാൻ പറ്റിയാൽ. ഇതൊക്കെ എങ്ങനെ ആവുമെന്ന് എനിക്ക് ഒരു പിടിയില്ല ഗൈസ്. എന്താന്ന് വെച്ചാലുണ്ടല്ലോ, എങ്ങനെ എടുക്കും വീഡിയോ എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല. എങ്ങനെ എടുക്കൂടാ?
അത് ഞാൻ ഒരു കാര്യം ചെയ്യാം, വാപ്പിച്ചെടുത്ത് പറഞ്ഞിട്ട്. അതല്ല, വന്ന ഉടനെ വാപ്പിച്ച് ആദ്യം തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫോണാണ് ആദ്യം അങ്ങെടുത്ത് കയ്യിലോട്ട് വെക്കുന്നത്. അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അതെങ്ങനെ എടുത്താൽ നമ്മൾ ഇതുവരെ റീലിലെടുത്ത് ഷൂട്ട് ചെയ്ത വീഡിയോസ് എല്ലാം കാണൂടാ. ഒരു ഐഡിയ ചെയ്യാം. ഈ ഫോൺ ഞാൻ തന്നെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുന്നെന്നും പറഞ്ഞിട്ട് ഞാൻ കൈ വെക്കാം. അല്ല, ഞാൻ ആ ടൈമിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനിടാം. അപ്പം ഞാൻ നൈസായിട്ടൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടെന്നും പറഞ്ഞിട്ട് ഇതും പിടിച്ചോണ്ടിരിക്കുക. അപ്പം ആ ടൈമിൽ എൻ്റെ ഫോൺ എടുത്ത് നിൽക്കട്ടെ. ആ ടൈമിൽ ഞെക്കട്ടെ എന്ന്, സോറി. അതെങ്ങനെയുണ്ട് ഐഡിയ? അപ്പം ഇതെങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്യും. എനിക്കിത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ആദ്യം ഫുഡ് കഴിച്ച് കഴിയും. ആദ്യം ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയല്ല, ഒരു 10:45 അല്ലെ 10:50 എത്തിയെന്ന് വിചാരിച്ചോ. ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരമൊക്കെ എപ്പോഴും വർത്താനം പറയുന്ന പോലെയൊക്കെ മിണ്ടിയൊക്കെ നിന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോകാം. ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോൾ എങ്ങനെയായാലും ഒരു 11:30 ആ ടൈമൊക്കെ ആവും. അപ്പോഴത്തേക്കിന് ഞാൻ പറയും പോയി കിടന്നുറങ്ങടാ, രണ്ടും പോയി കിടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അയ്യേ. അപ്പോഴും നീ പിന്നെ എപ്പോഴും നിൽക്കുന്ന പോലെ ഇല്ല ഞാൻ ഒന്നിച്ചൂടെ വരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നൈസായിട്ട് നിൽക്കണം. എന്നിട്ട് ഉമ്മച്ചിയോടെ കയറി വരുന്നു. ഇല്ല, നിൽക്ക്, ഞാൻ പറയട്ടെ. എന്നിട്ട് നൈസായിട്ട് നിൽക്കുക. അപ്പോഴത്തേക്കിന് ഞാൻ എല്ലാം കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം എടുത്തൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പയ്യെ നീ ആദ്യം അങ്ങ് പോകണം. ഇപ്പൊ കയറി വന്ന ഇല്ല, കുഴപ്പമില്ല. അതെങ്ങനെ നീ വിളിക്കും ലൈവായിട്ട് വിളിക്കും, കേൾപ്പിക്കാം. എവിടെ എത്തിയെന്ന് മാത്രം ചോദിച്ചാൽ മതി. ഹലോ, എവിടെ എത്തി? എത്ര സമയം എടുക്കും? ശരി. അപ്പൊ ഇനിയും ഉണ്ട് 1/4 മണിക്കൂർ സമയം കേട്ടോ. അപ്പൊ 1/4 മണിക്കൂർ എന്ന് പറയുമ്പോൾ അപ്പൊ ഇനി 1/4 മണിക്കൂർ ടൈമും കൂടെ ഉണ്ട്. ഇറങ്ങി വരാൻ പറഞ്ഞ സാരമില്ല, അതൊക്കെ വേണം. അതൊക്കെ ഓവറാടാ. ജസ്റ്റ് ഒന്ന് എന്താ പറയാ, ഒരു കുട്ടി സർപ്രൈസ്, അത്രേ ഉള്ളൂ. സാധനമൊക്കെ സെറ്റാക്കി. അപ്പം ഇനി ഗിഫ്റ്റ് മതിയുണ്ട്, നോർമലി തന്നെ കൊടുക്കാം. പിന്നെ അത് അഴിക്കാനൊക്കെ ഒരു നേരം വരും. അപ്പം ഇനിയിപ്പോൾ വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. വരുന്നത് ഇവര് കഴിക്കുന്നതൊക്കെ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഞങ്ങള് സംസാരിച്ചുകൊണ്ട് അവിടെ ടേബിളിൽ ഇരിക്കുന്നതൊക്കെ നൈസായിട്ട് അയാനെ കൊണ്ട് നമുക്ക് നോക്കാം, ശ്രമിക്കാം എന്നേ പറയുള്ളൂ. ഉറപ്പൊന്നും പറയൂല കേട്ടോ. കാരണം ഒരു ചെറിയ ഡൗട്ട് അടിച്ചാൽ മതി. മെയിനായിട്ട് ഇപ്പം അയിമ ഓൾറെഡി ചിരിക്കും ഇപ്പോഴേ. എനിക്കറിയാം, അത് കാരണം എനിക്കറിയാം എത്രത്തോളം വരുമ്പോഴേ അയിമ അടുത്ത് നമ്മൾ പറയാം, അയിമ ഒരു മിനിറ്റ് കൈ കഴിക്കുന്നതിന് ഒന്ന് പിടിച്ചതാവട്ടോ. അയിമ അടുത്തേ നിന്നെ കാണിക്കരുത്, എന്നെയും കൂടെ കാണിക്കേ. അയിമ അടുത്ത് ഇപ്പം നമ്മൾ പറയാ അയിമ ഒരു സർപ്രൈസ് ഉണ്ട്, മിണ്ടരുതേ. അത് അയിമ ഉടനെ ഇങ്ങനെയാണ് വലിച്ച എനിക്ക് ചിരിക്കാൻ പോലും ഭയങ്കര ചുമയാണ്. സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ സ്റ്റാൻഡ് പിടിച്ച് ഇപ്പോഴും എടുക്കാനായിട്ട് അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. വേണമെങ്കിൽ സ്റ്റാൻഡ് എടാ ഈ ഫോൺ ചോദിക്കൂടാ. അതല്ലെന്ന് ഇറങ്ങി അപ്പൊ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇറങ്ങി വരാം അല്ലേ. ഫോൺ അവിടെ ഓണാക്കി വെച്ചിട്ട് മേലോട്ട് വന്നിട്ട് ഓക്കെ 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 ഓക്കെ. അപ്പൊ നൈസായിട്ട് നിങ്ങളെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ മതി. സെറ്റ് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ സമയത്ത് ഇതുപോലെ എല്ലാവർക്കും കൂടെ നമുക്കൊന്ന് പോയി മരുന്ന് കഴിച്ചിട്ട് വരാം. ചോറിന് പോകുന്നല്ലേ. അങ്ങനെ എന്തായാലും എനിക്കിത് സത്യം പറഞ്ഞ ഇപ്പോഴും എൻ്റെ കൈകാലം തണുത്തിരിക്കുകയാണ് ഗൈസ്.
എനിക്ക് ഇന്നുവരെ അങ്ങനെയൊന്നും ചെയ്യാത്തോണ്ട് ഒരു 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 പ്രാങ്ക് ചെയ്യണം പ്രാങ്ക് ചെയ്യണം ഇനി ഒരു ദിവസം വാപ്പിച്ചിനെ പ്രാങ്ക് അപ്പം നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. കൊടുക്കാത്ത ആ ഓക്കെ, എനിക്ക് കോള് വന്നേ. അപ്പോൾ ഗൈസ് ഈ സമയം ക്ലോക്ക് പോയോ? രണ്ട് ക്ലോക്ക് ഉണ്ടോ? സമയം 11 മണിയായിട്ടുണ്ട് കേട്ടോ. ഇതുവരെ വന്നിട്ടില്ല. ഏതാണ്ട് ഇപ്പൊ എത്താൻ സാധ്യത ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഇവള് ചിരിച്ചു മിക്കാറും കുളവാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. ഒരാൾ തലയുടെ പുറത്ത് കാലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫോൺ കണ്ടോണ്ടിരുന്നാ പോലെ നോക്കിയവനെ നോക്കിയ ലൈറ്റ് നോ ഫോൺ കാണുക കേട്ടോ. അവൾക്ക് ഫോൺ നോക്കിയിരുന്നില്ലെങ്കിൽ ചിരി വരുമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുക കുറേ നേരമായിട്ട്. അപ്പം എന്തായാലും ഇനി ഇച്ചിരി സമയം കൂടെ ഉള്ളു വരാനായിട്ട് കേട്ടോ. 11 എത്രയാടാ? 11:15 ഗൈസ്. ഇതുവരെയും വന്നിട്ടില്ല. ഇനി ആകെ കുറച്ച് സമയവും കൂടെ ഉള്ളു. എന്താവുമെന്നൊരു പിടിയില്ല. അതെ, ഞങ്ങൾ 3 പേരും കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരാളെ അപ്പം ഗൈസ് വന്നു കേട്ടോ. വന്നു കഴിച്ചു, മേളിലോട്ട് പോയി. ഞാനിപ്പോൾ ഇവിടെ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുവാണേ. എന്താവുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഞാനും ഉണ്ടായാലും പൊക്കും. ഞാൻ വിളിച്ചാൽ മതിയേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. നല്ല പുളിച്ച തിരി. അപ്പോൾ ഗൈസ് ആദ്യം തന്നെ ഷർട്ട് ഇടാഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ എനിക്ക് ഇടാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ രണ്ടാമത് പോയി ഷർട്ട് ഇട്ടിട്ട് വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അതിന് മുമ്പൊരു ചെറിയ വീഡിയോ ഉണ്ട്, പക്ഷെ അതെനിക്ക് കാണിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ ഞങ്ങൾ പോയി ഞാൻ ഉറക്കാൻ പോകുന്നോണ്ട് ഷർട്ട് ഇടാൻ കഴിയുന്നു. കുഴപ്പമില്ല, അത് മതി. അയാളവിടെ പോയി സർപ്രൈസ് ഉണ്ട്. ഒരു സർപ്രൈസ് ഉണ്ട് പാപ്പ. കേക്ക് ആ വീഡിയോ എടുക്കടാ. നോക്ക് ഷർട്ട് വേറെ സാധനമുണ്ട്. കളയല്ലേ? ഇഷ്ടപ്പെട്ടോ? ഇത് നമ്മൾ എവിടെയാണ് കണ്ടത്? എടാ ഫ്രണ്ടിൽ നിന്ന് മാറടാ. നമ്മൾ ഒരുമിച്ച് അതെന്താ വരച്ചത്? എന്റെ നോക്ക്, എന്റെ നോക്ക്. എടാ ഫ്രണ്ടിൽ നിന്ന് മാറടാ, അവിടെ ക്യാമറ ഉണ്ട്. അവന്റെ പോക്കാത്തി ആ അടുത്ത് നോക്ക്. രാവിലെ എഴുന്നേക്കണം.
ഇതും അതിന്റെ അകത്ത് തന്നെ കുടിക്കാൻ തന്നെ. ഏത് കടയാ? ഷൂല് എടുക്കുവാണേ. സോറി. നിങ്ങളപ്പോ എപ്പം പോയി? കേക്ക് മുറിക്കേ. ആ കേക്കിന് അടുത്ത് പോവേ. ആ അത് തന്നെ. കേക്ക് എവിടെ നിന്ന് മേടിച്ചു? കേക്ക് ഞങ്ങളിന്ന് ഹാഫാ? താഫിന്റെ ബേക്കറി. ഞാൻ വീഡിയോ പിടിക്കാം. അയാമോനും ബാ. ഞാൻ ഇത് വെച്ചോണ്ടിരിക്കും. അയ്യോ ഇത് അയാനെ വേണോ? സത്യം പറഞ്ഞാൽ ഇത്രയുള്ള കേക്കിന്റെ ആവശ്യമില്ല. ആ പിന്നെ വലിയ കേക്ക് മക്കളെ അയാൾ കൊടുക്കും. ചെല്ലടാ. കൊടുത്തിട്ട് മതി. അല്ല അതല്ല കൊച്ചല്ലേ ഞാൻ ചെല്ലു. അയ്മ കൊള്ളാം, നല്ല കേക്കാണോ? ആ അതെന്തോ അതെന്തോ കൊട. ഓണം കൊടയാ? ഓണക്കൊട. അത് തിന്നുന്നതാണോടാ? അത് തിന്നുന്നതാണോ? ആണോ? ആണോ? ദേ, മുറിച്ചു കൊടുക്കുക പാപ്പ കുഞ്ചിക്ക് ഓരോ പീസ്. ഇതെവിടെ വെച്ചേക്ക്? അങ്ങനെ എന്തായാലും ഞങ്ങൾ വിചാരിച്ച പോലെ ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാൻ പറ്റി കേട്ടോ. ആദ്യം സർപ്രൈസ്ഡ് ആയിരുന്നു. ആ വീഡിയോ എനിക്ക് ക്ലിയർ ആയിട്ട് എന്തെങ്കിലും ഉണ്ട്, പക്ഷെ എനിക്കത് ഇടാൻ പറ്റില്ല കേട്ടോ. എനിക്ക് കേക്ക് വേണം. കഴിച്ചു. ഇന്നാ ഇന്നാ തന്നെ ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് കേട്ടോ ഇപ്പം നടന്നത്. ആയിരം മതി. രാത്രി കഴിച്ചിട്ട് ചിരിച്ചതല്ലേ? ഷോർട്സ് എടുക്കുന്നുണ്ട്. എന്റെ വിചാരം ഭയങ്കര വലുതാണെന്നാണ്. ഭയങ്കര ഇതൊന്നും പോണ്ട. എങ്ങനെയുണ്ട്? നല്ല സെറ്റ്. കുറച്ച് ഫിറ്റായി. ആ ഡബിൾ എക്സൽ ഉണ്ട്. അപ്പൊ അത് വേണം. ഗായ്സ് ഇന്നും കൂടെ ഉൾത്തോണ്ട് ഓഫീസിലോട്ട് ഓഫീസ് ഓണത്തിന് ഈ ഷിതിട്ടാണ് രസമുണ്ടല്ലേ? ഈ ഷർട്ട് രസമുണ്ട്, രസമുണ്ട്. ഓണത്തിന് ഇത് ഓണത്തിനല്ല ആ ചെരുപ്പ് ഓണത്തിന് മറ്റേ പരിപാടിക്ക് മുമ്പ് ഇട്ടാൽ മതി. ആ കൈ എത്രയും പോടാ. ഇന്ന് എക്സർസൈസ് വീട്ടിൽ ചെയ്യാൻ പറഞ്ഞേ. ഞാൻ ചെയ്തു. ആണോ? കേട്ടോ. കിടന്നോണ്ട് ഈ മോളെ ഇതെടുത്ത് കേക്ക് മാറ്റിയേക്കുമ്പോ അപ്പോൾ ബർത്ത്ഡേ ബോയ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും കൂടെ ഞങ്ങൾ വിഷ് ചെയ്യുന്നു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. പ്രതീക്ഷിച്ചായിരുന്നോ ഇങ്ങനെ ഒരു സർപ്രൈസ്? ഇല്ല, ഒട്ടും. ഒട്ടും പ്രതീക്ഷിച്ചു. ഓ മൈ ഗോഡ്. ഞാൻ കിടന്ന് ഉറങ്ങാൻ പോയത്. കിടന്നുറങ്ങി, ഡ്രസ്സ് വരെ മാറിയതാ. എന്നിട്ടാണ് വീണ്ടും അപ്പം എന്തായാലും പ്രതീക്ഷിക്കാതെ ഒരു കുട്ടി സർപ്രൈസ് ഒക്കെ കൊടുത്തു ഞങ്ങള്. എന്റെ ഈ സർപ്രൈസ് അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.